പത്തനംതിട്ടയിലെ കായിക താരങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ്. 50 കോടി മുടക്കിയാണ് ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ശശിനാരായണന്റെ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു ജില്ലാ സ്റ്റേഡിയം വേണമെന്ന്. ആ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 50 കോടി രൂപ മുടക്കിയാണ് പുതിയ ജില്ലാ സ്റ്റേഡിയം ഇപ്പോൾ പണിയെടുപ്പിക്കുന്നത്. ആദ്യഘട്ട പണികൾ ആരംഭിച്ചിരിക്കുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാറാണ് നമ്മോടൊപ്പം പങ്കുചേരുന്നത്. എങ്ങനെയാണ് പണികൾ ഇപ്പോൾ നടക്കുന്നത്? ഈ പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് നൽകുമെന്നാണ് ഊരാളുങ്കൽ കമ്പനിയെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഏകദേശം 1.25 വർഷത്തിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആധുനിക സ്റ്റേഡിയം എല്ലാം അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സ്റ്റേഡിയമാണോ? അതെ, പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള്, അതോടൊപ്പം തന്നെ 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ഹോക്കി, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ തുടങ്ങിയ മത്സരങ്ങൾ നടത്താനുള്ള പ്രത്യേക വേദികൾ, ഫെൻസിങ്, റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള മത്സരങ്ങൾ, ഇങ്ങനെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അതൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പുതിയ സ്റ്റേഡിയം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, നമ്മുടെ പത്തനംതിട്ടയിലെ കുട്ടികൾ സിന്തറ്റിക് ട്രാക്കുകൾ ഓടണമെങ്കിൽ നമുക്ക് പാലായി വരെ പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വന്നു ഇപ്പം കൊടുമണ്ണ് വന്നതോടുകൂടി. ഇപ്പോൾ ഇവിടെ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും നിലവാരമുള്ള സ്റ്റേഡിയമാണ്. അത് പ്രത്യേകിച്ച് 9 ലൈൻ 400 മീറ്റർ 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തൊന്നും ഇല്ല. അത് തീർച്ചയായും കായിക പ്രേമികൾക്ക്, പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റേഡിയത്തിന്റെ പണികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായി. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം പവലിയനോടനുബന്ധിച്ച് നമ്മൾ 100 ഫയലിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പണി ഇന്നലെ കൊണ്ട് അത് പൂർത്തീകരിച്ചു. അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ നീങ്ങുകയാണ്. ഇപ്പോൾ സ്റ്റേഡിയം ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ മഴവെള്ളം പാച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് സൗകര്യം, അത് 2 മീറ്റർ വീതിയിലാണ് ഓടയുടെ നിർമ്മാണം നടത്തുന്നത്. 2 മീറ്റർ വീതിയിൽ ഓടയുടെ നിർമ്മാണം നടത്തുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ വെള്ളം കയറാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി ആരംഭിക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സിന്തറ്റിക് ട്രാക്കിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച്, പ്രത്യേകിച്ച് മഴക്കെടുതിക്കനുസരിച്ച് ഓരോ പ്രദേശത്തും ആ സമയത്ത് നടത്തുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ സിന്തറ്റിക് ട്രാക്കിലേക്ക് കടക്കുക. ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പം പരിശീലന സൗകര്യങ്ങളെല്ലാം പുതിയ സ്റ്റേഡിയത്തിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് 80 ആൺകുട്ടികൾക്കും 80 പെൺകുട്ടികൾക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസ്, പിന്നെ അവിടെ ഡൈനിങ് ഹാള്, കിച്ചണ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് കാണും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് വരികയാണ്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ, ന്യൂസ് 18.